Hi everyone, this is the last lecture on BEGE 182, block number 1. Today we are going to discuss the 6 WH words associated with communication and communicate. അപ്പോൾ നമുക്കറിയാം ഈ ഒരു 6 WH വേർഡ്സുകൾ ഇമ്പോർട്ടൻ്റ് ആണ് എന്തിന് ഫോർ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ എങ്ങനെയാണ് ഒരു 6 WH വേർഡ്സുകൾ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവണോ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് these 6 WH words. അപ്പോൾ ഏതൊക്കെയാണ് WH words നോക്കാം. Before we communicate with anyone in a group, we have to ask 6 questions to ourselves that begin with WH. അപ്പോൾ ഒരു 6 ക്വസ്റ്റ്യൻസിന് ആൻസർ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ബിഫോർ വി സ്റ്റാർട്ട് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് അതേഴ്സ്. അപ്പൊ ഈ ഒരു 6 WH വേർഡ്സിന് ആൻസർ കിട്ടിയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ അത് സക്സസ് ആവുള്ളൂ. അപ്പൊ നോക്കാം നമുക്ക് ഏതൊക്കെയാണ് ആ ഒരു WH6 വേർഡുകൾ ഏതൊക്കെയാണ്. ഫസ്റ്റ് വൺ, വൈ am I communicating? അപ്പോൾ ഫസ്റ്റ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് മുമ്പ് we have to get the answer for the question why am I communicating. അല്ലെ, എന്തിനാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? അല്ലെ, ഫസ്റ്റ് ഓഫ് ഓൾ we have to get answer for the aim, objective, purpose. അല്ലെ, purpose of communication നമ്മൾ ഫസ്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. with whom am I communicating? അല്ലെ, പിന്നെ നമുക്ക് we have to fix the audience. ആരാണ് ഓഡിയൻസ്, ആരാണ്, with whom we are going to communicate. അപ്പം ആരാണ് നമ്മുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ഓഡിയൻസ് ആരാണെന്ന് ഫിക്സ് ചെയ്യണം. ഹൗ ഷുഡ് ഐ കമ്മ്യൂണിക്കേറ്റ്, എങ്ങനെയാണ്, ഹൗ ഷുഡ് ഐ കമ്മ്യൂണിക്കേറ്റ്, അല്ലെ, എങ്ങനെ ഏത് രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. വാട്ട് ഐ ആം കമ്മ്യൂണിക്കേറ്റിംഗ്, എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ഐ ആം കമ്മ്യൂണിക്കേറ്റിംഗ്, വേർ ഐ ആം കമ്മ്യൂണിക്കേറ്റിംഗ്. വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, വി ഹാവ് ടു റിയലൈസ് ദി കോണ്ടെക്സ്റ്റ്. അല്ലെ, വേർ ആം ഐ കമ്മ്യൂണിക്കേറ്റിംഗ്, വെൻ am I communicating. We have to understand the purpose, we have to understand the context, we have to realize the audience, we have to realize the what way we are going to communicate. ഈ തരത്തിലുള്ള all questions we have to find out the answers before we communicate with anyone or any group. അപ്പോൾ ഈ ഒരു 6 WH words are most important. These questions are important because in different situation or places we have to take different roles and different position. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് കോണ്ടെക്സ്റ്റ് അനുസരിച്ച്, സിറ്റുവേഷൻ അനുസരിച്ച് we have to take different roles, different position. അല്ലെ, അപ്പൊ ആ ഒരു റോൾസിനനുസരിച്ച്, പൊസിഷൻ അനുസരിച്ചായിരിക്കണം we have to communicate. അല്ലെ, ഇപ്പൊ നമ്മളെ ഓഡിയൻസിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച്, അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുകൊണ്ട്, അവരുടെ ജെൻഡർ അനുസരിച്ചുകൊണ്ട്, അല്ലെ, അവരുടെ അക്കാഡമിക് പൊസിഷൻ, അക്കാഡമിക് ക്വാളിറ്റി, അക്കാഡമിക് സ്റ്റാൻഡേർഡ് നോക്കിയിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അതർവൈസ് വാട്ട് വിൽ ഹാപ്പൻ, അവർ മെസ്സേജസ് നെവർ രജിസ്റ്റേർഡ് ആസ് എ സക്സസ്ഫുൾ വൺ. അല്ലെ, അപ്പൊ ഒരിക്കലും സക്സസ് ആവില്ല. അപ്പൊ ഈ ഒരു WH ക്വസ്റ്റ്യൻ വേർഡ്സ്, അല്ലെ, ഐ മീൻ WH വേർഡ്സുകൾ, വേർഡ്സുകൾക്ക് ആദ്യം തന്നെ നമ്മൾ എന്ത് കണ്ടെത്തേണ്ടതായിട്ട് വരും. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ആൻസേഴ്സ്. ഓക്കെ, ദെൻ അപ്പം പിന്നെ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് BEGE 182 കോഴ്സിന്റെ ബ്ലോക്ക് നമ്പർ 1 ഈ ഒരു ലെക്ചറോട് കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം പിന്നെ നിങ്ങൾക്ക് BEGE 182 കോഴ്സിന്റെ സ്റ്റഡി നോട്ട്സുകൾ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. വിസിറ്റ് ചെയ്താൽ ഡിഫറെന്റ് പ്ലാൻസുകൾ നിങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. ബ്രോൺസ് പ്ലാൻ, സിൽവർ പ്ലാൻ, ഗോൾഡ് പ്ലാൻ. അല്ലെ, ഇതൊക്കെ ഒരു റീസണബിൾ ആയിട്ടുള്ള പ്രൈസിനാണ് ഇപ്പം നിങ്ങൾ ഓഫർ ചെയ്യുന്നത്. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം, www.tutor.litra.com. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ബൈ.